സമസ്തയെ കേൾക്കാൻ, സമസ്തയെ പഠിക്കാനാണ് ഞങ്ങൾ വന്നത്. അതിന് പേരിൽ എത്ര വെയിൽ കൊണ്ടാലും പ്രശ്നമില്ല, എന്ത് പ്രയാസം സഹിച്ചാലും പ്രശ്നമില്ല. ഇതിലൊരു കണ്ണിയായി എൻ്റെ ജീവിതത്തിൽ ഒരു 100-ാം വാർഷികം ഉണ്ടാവില്ല, ഇതിലൊരു കണ്ണിയായി ഞാൻ ഉണ്ടാവണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇത്രയും പ്രയാസപ്പെട്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കർണാടകയിൽ നിന്നൊക്കെയാണ് വന്നത്. കോഴിക്കോടെന്നോ മലപ്പുറത്തുനിന്നോ വയനാട്ടിൽ നിന്നോ കണ്ണൂരിൽ നിന്നോ അല്ല. സമസ്തകൾ ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികത്തിൻ്റെ മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായി ഏറ്റവും ആകർഷണീയമായ ഒന്നാണ് ഗ്ലോബൽ എക്സ്പോ. കണക്റ്റിംഗ് ദ ഡോട്ട് എന്ന് പറഞ്ഞ ആ ശീർഷകത്തിൽ വളരെ വിപുലമായ രൂപത്തിൽ വളരെ ശാസ്ത്രീയമായി തന്നെ സംവിധാനിച്ചിട്ടുള്ള ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ വളരെ മികച്ചതാണ്. ഏതായാലും കഴിഞ്ഞ 2 ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന എക്സ്പോ സ്ത്രീകൾക്കായിരുന്നു. വിവിധ ദിക്കുകളിൽ നിന്നുള്ള സ്ത്രീകളാണ് ഒഴുകിയെത്തിയത്. വളരെ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള മുമ്പേ രജിസ്റ്റർ ചെയ്ത ആളുകളും അതോടൊപ്പം തന്നെ ഇവിടെ സ്പോട്ട് രജിസ്ട്രേഷനിലും കൂടി പങ്കുചേർന്ന ആളുകളൊക്കെ കൂടിയിട്ട് ഏകദേശം 20,000 പേരുടെ കണക്കായിരുന്നു ഉണ്ടായിരുന്നത്. ആ കണക്കുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഏകദേശം 1,00,000 ആളുകളോളം പങ്കെടുത്ത ആ ക്യാമ്പ് എക്സ്പോക്ക് വളരെ നിയന്ത്രണ വിധേയമായിക്കൊണ്ട് തന്നെ അതിനൊക്കെ നിയന്ത്രിച്ച നമ്മുടെ ക്രൗഡ് മാനേജ്മെൻറ്റ് ടീമും അതുപോലെ തന്നെ നമ്മുടെ നീലപ്പട്ടാളം SKSFൻ്റെ വിക്കായ ടീമൊക്കെയാണ് അതിനെ നിയന്ത്രിച്ചത്. അവർ നമ്മുടെ ഈ കഴിഞ്ഞ 2 ദിവസം ഇവിടെ നടന്ന സ്ത്രീകളുടെ പിന്നെ ഒഴുക്കിനെ അല്ലെങ്കിൽ ആ സ്ത്രീകളുടെ സാന്നിധ്യത്തെയും ഇതിൽ എടുത്തു പറയേണ്ടത് സ്ത്രീകൾ തന്നെ മാനേജ് ചെയ്ത ഒരു എക്സ്പോ കൂടിയായിരുന്നു. കാരണം ഒരു പുരുഷനോ അതിൻ്റെ അകത്തേക്ക് പോകാത്ത രൂപത്തിൽ സ്ത്രീകൾ മാത്രം കൺട്രോളായിട്ട് സ്ത്രീകളുടെ മാത്രം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു എക്സ്പോ കൂടിയായിരുന്നു അത്. എടുത്തു പറയേണ്ടത് ഈ എക്സ്പോയിൽ പങ്കെടുക്കാൻ വേണ്ടി വിവിധങ്ങളായ നാടുകളിൽ നിന്ന് ദൂര ദിക്കുകളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ തലേ ദിവസം വന്ന് നിന്നുകൊണ്ട് അവർ താമസിച്ചുകൊണ്ട് എക്സ്പോയിൽ ഈ ഒരു കാഴ്ചകൾക്ക് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചും അതിന് സംബന്ധിക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അതിനൊക്കെ മാനേജ് ചെയ്ത ഒരു സ്ത്രീകൾ ടീം തന്നെ നമുക്കിടയിലുണ്ട്. പക്ഷേ അവിടെയും അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഇതിനൊക്കെ നിയന്ത്രിച്ച നമ്മുടെ വിക്കായ ടീമും അതുപോലെ തന്നെ ക്രൗഡ് മാനേജ്മെൻറ്റ് ടീമും എങ്ങനെയാണ് ഇതിനെ ശാസ്ത്രീയമായി നിയന്ത്രിച്ചതെന്നൊക്കെ നമുക്ക് അവരുടെ തന്നെ നേരിട്ട് ചോദിച്ചറിയാം. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണമായും ബഹുമാനപ്പെട്ട സമസ്തകൾ ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയിട്ടുള്ള എക്സ്പോയിൽ ഇന്നലെയും ഇന്നുമായിട്ട് സ്ത്രീകൾക്കായിരുന്നു നമ്മൾ അവസരം കൊടുത്തിരുന്നത്. പക്ഷേ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ 20,000 പേർക്കായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത്. കൃത്യമായി രജിസ്ട്രേഷനൊക്കെ നടത്തി. പക്ഷേ വിവിധങ്ങളായ ജില്ലകളിൽ നിന്നും വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ നിന്നും സ്പോട്ട് രജിസ്ട്രേഷന് വേണ്ടി ആളുകൾ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു. ഉസ്താദുമാരുടെ നിർദ്ദേശം അനുസരിച്ച് അവരെ ആരെയും തിരിച്ചയക്കാൻ പറ്റില്ല എന്നാണ് ഉസ്താദുമാർ കർശനമായ നിർദ്ദേശം കൊടുത്തത്. പക്ഷെ അതൊക്കെ വന്നപ്പോഴും ഇത്രയും വലിയൊരു ക്രൗഡ് ജനം വന്നത് സ്ത്രീകളാണ്. ആ സ്ത്രീകൾ വന്നപ്പോഴും ആ സ്ത്രീകളെ പൂർണ്ണമായി അച്ചടക്കത്തോടു കൂടി ഈ ഹോളിൻ്റെ എക്സ്പോയുടെ ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഇന്നലെ ആ എക്സ്പോൻ്റെ ഉള്ളിൽ ഇവരൊക്കെ പോയതിന് ശേഷം ക്ലീനിങ്ങിൻ്റെ സമയത്ത് എക്സ്പോൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. ഏകദേശം പൂർണ്ണമായി ഇത് കാണണമെങ്കിൽ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പുരുഷന് 3 മണിക്കൂർ സമയമെടുക്കും. ആ 3 മണിക്കൂർ സമയമെടുത്ത് 1,00,000 ആളുകളെ 2 ദിവസം കൊണ്ട് പൂർണ്ണമായി ഇത് കാണിക്കാൻ ഒരു സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചരിത്രമല്ലേ. അത് മാത്രമല്ല, ഇത് പൂർണ്ണമായും ഇതിൻ്റെ ഉള്ളിൽ നിയന്ത്രിച്ചത് സഹോദരിമാരാണ്. അവിടെയാണ് നമ്മൾ ഏറ്റവും എടുത്തു പറയുന്ന ഒരു കാര്യം. ഒരാണ് പോലും ഈ എക്സ്പോൻ്റെ ഉള്ളിലില്ല എന്നുള്ളതാണ്. പൂർണ്ണമായി ഇത് നിയന്ത്രിച്ചത് സഹോദരിമാരാണ്. പക്ഷേ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ പുറത്ത് വാഹനങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. ബസ്സുകളായിട്ടാണ് വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നത്. അതുപോലെ തന്നെ കാറുകളിൽ വരുന്നുണ്ട്, ബൈക്കിൽ വരുന്നുണ്ട്, നടന്നിട്ട് കുനിയിൽ നിന്നുള്ള ആളുകൾ വരുന്നുണ്ട്. ഇവരൊക്കെ പൂർണ്ണമായി ഒരു ബ്ലോക്കോ ഒരു പ്രശ്നമോ ഒരു പ്രയാസമോ ഒന്നുമില്ലാതെ കൃത്യമായി നിയന്ത്രിച്ചത് നമ്മളെ നീലപ്പട്ടാളാണ്, SKSFൻ്റെ വിക്കായാണ്. അതുപോലെ തന്നെ നാട്ടുകാരുടെ നല്ല സഹകരണം നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, 2 ദിവസം സ്ത്രീകൾക്ക് ഈ എക്സ്പോ തുറന്നെടുത്തപ്പോൾ 1,00,000 ആളുകൾ, അതും നല്ല റെസ്ട്രിക്ഷൻ നമ്മൾ വെച്ചത്, ചെറുതൊന്നുമല്ല. ഇന്ന് പൂർണ്ണമായി സുപ്രഭാത്ത് കൊടുത്തു, അതുപോലെ ഇന്നലെ ഓൺലൈനായി നമ്മൾ കൊടുത്തു, സ്പോട്ട് രജിസ്ട്രേഷൻ ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ടും ആളുകൾ ഒഴുകിയെത്തി. ഇങ്ങനെയാണെങ്കിൽ 8-ാം തീയതി പൊതുസമ്മേളനം എങ്ങനെ ഇരിക്കും? എവിടെയാണ് എത്തി നിൽക്കുക? അപ്പം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ ആശയവും ഈ ആദർശവും ആദർശ വിശുദ്ധി നൂറ്റാണ്ടിലൂടെ എന്ന ശീർഷകം പൊതുസമൂഹം ആണെന്നോ പെണ്ണെന്നോ ജാതിയെന്നോ മതമെന്നോ രാഷ്ട്രീയമെന്നോ ഇല്ലാതെ എല്ലാ ആളുകളും ഏറ്റെടുക്കുക എന്നുള്ള ഒരു അത്ഭുതകരമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏത് പ്രവർത്തനം സംസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ക്രൈസിസ് ഉണ്ടാകുമ്പോഴൊക്കെ എപ്പോഴും കയ്യടി നേടുന്ന ഒരു വിഭാഗമാണ് സംസ്ഥയുടെ വിക്കായ വിഭാഗം, സംസ്ഥയുടെ നീലപ്പട്ടാളം. ഇവിടെയുണ്ട്. കാരണം നാളെ ഈ പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റോളുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു രാത്രി സമയത്ത്. അപ്പോൾ ആ സമയത്തൊക്കെ ക്ലീനിങ്ങിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുക. കാരണം ഇത്രയും ആളുകൾ ഒരുമിച്ച് വരുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ വരുമ്പോൾ കുട്ടികൾ ധാരാളമുണ്ട്. കഴിച്ചിരിക്കുന്ന മിഠായിയുടെ കവർ വേണമെങ്കിൽ നിലത്തിട്ടാൽ പോലും അത് മലിനമാകുന്നൊരവസ്ഥയുണ്ടാകും. അപ്പോൾ ഇത്രയും വലിയ ക്രൗഡ് വന്ന സമയത്ത് ഉണ്ടാകുന്ന വേസ്റ്റ് ഉണ്ട്, ബാക്കി കാര്യങ്ങളുണ്ട്, എല്ലാത്തിലും വിക്കായുണ്ട്.
വിക്കായ എങ്ങനെയായിരുന്നു ഈ 2 ദിവസത്തെ മാനേജ് ചെയ്തത്? ഇനി എങ്ങനെയാണ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ എന്താണ് വിക്കായുടെ പ്രവർത്തനങ്ങൾ? തീർച്ചയായും നിങ്ങൾ ചോദിച്ചതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികം അത് ലോകം ഏറ്റെടുത്തു എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ ഈ 2 ദിവസത്തെ ഈ ഒരു ക്രൗഡ് മാത്രമല്ല നമ്മളതിൽ കാണേണ്ടത്. ഇപ്പോൾ സമസ്തയുടെ പ്രസിഡന്റ് ഒരു യാത്ര നയിച്ചു. ഒരു ആളെ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സംഘാടകർ വിലയിരുത്തി അതിനനുസരിച്ചുള്ള ഒരു ഒരുക്കമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ യാത്ര ആരംഭിച്ചത് മുതൽ അവസാനിക്കുന്നത് വരെ നമ്മൾ കണ്ടത് കേരളീയ പൊതുസമൂഹം എല്ലാ ജാതി മതസ്ഥരും സമസ്ത എന്ന് പറയുന്ന ഈ സംവിധാനത്തെ വല്ലാതെ സ്നേഹിക്കുകയും അതിൻ്റെ കൂടെ ഒഴുകുകയും ചെയ്യുന്നതാണ്. പക്ഷെ സമസ്ത കാണിക്കുന്ന ഒരു അത്ഭുതം എന്ന് പറയുന്നത് സമസ്തയും അതിൻ്റെ പോഷക ഘടകങ്ങളും എല്ലാ അർത്ഥത്തിലും നിയന്ത്രിക്കാൻ പറ്റിയ ഒരു ടീമിനെയും സമസ്ത ഉണ്ടാക്കി വച്ചിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ സമസ്തക്ക് ഒന്നും മറ്റുള്ളതിൽ നിന്ന് ആവശ്യമില്ലാത്ത വിധം ഈ സമൂഹത്തിൽ നിന്ന് തന്നെ സമസ്ത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ കണ്ടത്. ആ യാത്രയെ കൃത്യമായി SKSSFൻ്റെ വിക്കായ കൃത്യമായി നിയന്ത്രിച്ചു. കുറ്റ്യാടിയിൽ നിന്നൊരു പൊതുപ്രവർത്തകൻ വിലയിരുത്തിയത് എത്ര സിമ്പിളായിട്ടാണ് ഏറ്റവും കൂടുതൽ യാത്രാ പ്രയാസം ഉണ്ടാകുന്ന ഒരു ടൗണിൽ നിങ്ങളത് നിയന്ത്രിച്ചത് എന്ന്. സംഘടന കൃത്യമായി അതിന് നിർദ്ദേശം കൊടുത്തു, ക്ലാസ് കൊടുത്തു, പരിശീലനം കൊടുത്തു. അത് തന്നെയാണ് ഇവിടെ എക്സ്പോയിലും നമ്മൾ 2 ദിവസമായി കണ്ടത്. ഇവിടെ സ്ത്രീകളാണ് മുഴുവനും സ്ത്രീകളുടെ ഏരിയയിൽ കൃത്യമായി വളണ്ടിയർ പ്രവർത്തനം നടത്തുന്നത്. ആയിരക്കണക്കിന് ബസ്സുകൾ, കാറുകൾ, മറ്റു വാഹനങ്ങളിലൊക്കെ ആയിട്ടാണ് ജനങ്ങൾ ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി അത് നിയന്ത്രിച്ചു. ഒരു പ്രയാസവും ഇല്ലാതെ വിധം അതിനെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയി. നാട്ടുകാരിൽ നിന്നുള്ള വളണ്ടിയർ സേവനം ചെയ്യാൻ താല്പര്യമുള്ളവരെ ചേർത്ത് നിർത്തി. അങ്ങനെ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ടീമുണ്ട്. നിങ്ങൾ ചോദിച്ചതുപോലെ ഇനി എന്താകുമെന്നതാണ് നമ്മളുടെ മുന്നിലുള്ളത്. ഒരാൾക്കും പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ജനബാഹുല്യം സമ്മേളനത്തിനുണ്ടാവും. പക്ഷെ ഒരു അത്ഭുതമുള്ളത്, സമ്മേളനത്തിൻ്റെ മുന്നേ ഒരു സമ്മേളനം നടക്കാൻ പോവാണ് 4-ാം തീയതി മുതൽ. നമ്മളുടെ ഒരു പ്രതിനിധി ക്യാമ്പ് ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം 33,000-ലേറെ ആളുകളാണ് അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത്. മെനഞ്ഞാന്ന് ഇതിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ അതിൽ കൂടുതൽ ആൾ വരുമെന്നാണ്. 40,000 ആളുകളെ പ്രതീക്ഷിക്കണമെന്നാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് വേണ്ട സേവനം ചെയ്യണം. അതിന് പറ്റിയ ഒരു 3,313 വളണ്ടിയേഴ്സ് ഇവിടെ തയ്യാറായി സജ്ജമായി നിൽക്കുകയാണ്. 33 എന്ന രീതിയിൽ ഒരു ബറ്റാലിയനാക്കി വളരെ കൃത്യമായി ഇതിനെ നിയന്ത്രിക്കാൻ ടീം സജ്ജമായി നിൽക്കുകയാണ്. ഒരു പ്രയാസവും ഉണ്ടാവില്ല. ധൈര്യമായി വന്നോളൂ സമസ്തയുടെ സമ്മേളന നഗരിയിലേക്ക്. നിങ്ങൾക്ക് വേണ്ട സേവനം ചെയ്യാൻ, നിങ്ങൾക്ക് അവസരമൊരുക്കാൻ, സമസ്തയെ കേൾക്കാൻ, എല്ലാവർക്കും വേണ്ടി പുഞ്ചിരിയോടുകൂടെ സേവനം ചെയ്യാൻ പറ്റിയൊരു ടീം ഇവിടെ സജ്ജമായി നിൽക്കുന്നുണ്ട്. സമസ്ത എപ്പോഴും മുന്നോട്ട് വെക്കുന്ന പല കാര്യങ്ങളുമുണ്ട്, ആദർശങ്ങളുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് സമസ്തയുടെ പ്രൊഫഷണലിസം കൂടിയാണ് ഈ 100-ാം വാർഷിക സമ്മേളനത്തിനെ കാത്തിരിക്കുന്നത്. അതുകൂടിയാണ് പൊതുജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി കാത്തിരിക്കുന്നത്. ഇതിലിപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നലെ ഇന്നും ഏകദേശം 3 കിലോമീറ്റർ 4 കിലോമീറ്റർ നേരാണ് ക്യൂ നിന്നത് എന്നാണ് ആ ഒരു ദൈർഘ്യം. അപ്പോൾ നമ്മൾ സ്ത്രീകളോട് ഈ പറയപ്പെട്ട ഇതിൻ്റെ സംഘാടകർ സഹോദരിമാർ ചോദിച്ചു, നിങ്ങൾക്ക് പ്രയാസമില്ലേ? അപ്പോൾ അവർ പറയുന്നൊരു വർത്തമാനം, സമസ്തയെ കാണാൻ, സമസ്തയെ കേൾക്കാൻ, സമസ്തയെ പഠിക്കാനാണ് ഞങ്ങൾ വന്നത്. അതിന് പേരിൽ എത്ര വെയിൽ കൊണ്ടാലും പ്രശ്നമില്ല, എന്ത് പ്രയാസം സഹിച്ചാലും പ്രശ്നമില്ല. ഇതിലൊരു കണ്ണിയായി എൻ്റെ ജീവിതത്തിൽ ഒരു 100-ാം വാർഷികം ഉണ്ടാവില്ല, ഇതിലൊരു കണ്ണിയായി ഞാൻ ഉണ്ടാവണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇത്രയും പ്രയാസപ്പെട്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കർണാടകയിൽ നിന്നൊക്കെയാണ് വന്നത്. കോഴിക്കോട് നിന്നോ മലപ്പുറത്തു നിന്നോ വയനാട്ടിൽ നിന്നോ കണ്ണൂരിൽ നിന്നല്ല, ബാംഗ്ലൂരിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ ആളുകൾ, കന്യാകുമാരിയിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് പറയാണ്, സമസ്തയെ പഠിക്കാൻ, സമസ്തയെ കേൾക്കാൻ, സമസ്തയെ അറിയാനാണ് ഞാൻ വന്നത് എന്ന് പറയുന്നത് വീട്ടിൻ്റെ അകത്തലങ്ങളിൽ ഉമ്മയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ നിമിഷവും ഈ 100-ാം വാർഷികം എന്നുള്ളത് തന്നെ അത്ഭുതമാണ്. അല്ലെങ്കിൽ ഓരോ ദിവസവും അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. കാരണം ഇനി നടക്കാൻ പോകുന്ന ക്യാമ്പാണെങ്കിലും മഹാസമ്മേളനമാണെങ്കിലും ഒക്കെ പ്രൊഫഷണലിസ്റ്റിനും കൂടി കാഴ്ചയായിരിക്കുമെന്ന് കൂടി പങ്കുവെച്ചുകൊണ്ട് മറ്റു കാഴ്ചകൾക്കായി സുപ്രഭാതത്തെ ഫോളോ ചെയ്യുക.